സിസി സേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൂടുതലൊന്നും വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഈ കട കാലിയാക്കൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഫ്രിഡ്ജ് കാലിയാക്കലാണ് മിക്കവാറും വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നത്. ഇരിക്കുന്ന കറികളെല്ലാം പുറത്തേക്ക് എടുക്കും. പിന്നെ ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി, പിന്നെ മിനിങ്ങാന്നത്തെ അവിയൽ അത് എടുത്തു, പിന്നെ ഇന്നത്തെ ചക്കക്കുരു മാങ്ങയും ഇത്രയും വന്നപ്പം നമുക്ക് ഇന്നത്തെ കാര്യം കുശാലായല്ലോ. പിന്നെ ചോറും എടുത്തു, സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കറി ഇരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കുറച്ച് വൈകി എഴുന്നേറ്റാൽ മതിയല്ലോ, അത് സന്തോഷമാണ്. പിന്നെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. ഇത് പഴയ ഒരു ഗോദ്വാൾ സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോദ്വാൾ സാരി, കോട്ടൻ്റെ സാരിയാണ്. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് കപ്പ ഇറച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുറച്ച് നല്ല മുഴഞ്ച് മേടിച്ചു. നല്ല മുഴഞ്ചാണ് കേട്ടോ കിട്ടിയത്. മുഴഞ്ചിട്ട് കപ്പ ഇറച്ചി വെക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ്, അതിന് പ്രത്യേക രുചിയുമാണ്. അതിനുവേണ്ടി കുറച്ച് മഞ്ഞളും മുളകും മല്ലിയും കുരുമുളകും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. ഈ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ രുചിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചൂടാക്കിയിട്ടല്ല വെക്കണമെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ഇറച്ചി വയ്ക്കുക. ഇതൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും, രുചി കൂടുകയും ചെയ്യും. മുളകും ചൂടാക്കാതെ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോണ്ടല്ലോ അതൊരു നിറം കുറച്ച് കുറവായിരിക്കും. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് അത് കറുപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും. അപ്പം നമ്മളിങ്ങനെയാണ് കേട്ടോ സ്ഥിരമായിട്ട് ഇറച്ചിയിലൊക്കെ ചേർക്കുന്നത്. ഇറച്ചി ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും പന്നിയാണെങ്കിലും ഒക്കെ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ടാണ് വെക്കണം. പിന്നെ പന്നി ഇവിടെ അങ്ങനെ ആരും കഴിക്കില്ല കേട്ടോ. പന്നിയും മട്ടനും ഇവിടെ അങ്ങനെ കഴിക്കില്ല, അതന്നെ മേടിക്കാറില്ല. കൂടുതലും ബീഫും ചിക്കനാണ് വാങ്ങുന്നത്. മസാല നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി കഴുകി വരി വെച്ചിരിക്കുന്ന മോഴഞ്ചിലേക്ക് നമുക്ക് ഈ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് എടുക്കണം. അതിനെ കൂടത്തിൽ തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് ചേർത്ത് കഴിയുമ്പോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടി കുറച്ച് നേരം വെച്ചിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇത് നെകക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഈ എല്ലിന് നല്ല വേവുണ്ട്. ഈ വെന്ത എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ആ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇത് വേവിക്കാൻ വെച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കപ്പ കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെണ്ണമുരിയും കപ്പ എടുത്തിട്ട് കുത്തി നുറുക്കി എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഇവിടെ അങ്ങനെ കളയാതെയാണ് കൂടുതലും കപ്പ ഇറച്ചി. ഈ ഇറച്ചിക്ക് ആവശ്യമായ മസാല ഒന്ന് പൊടിച്ചെടുത്ത് കുറച്ച് പെരിഞ്ചീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇത്രയും നന്നായിട്ട് ചൂടാക്കാതെ തന്നെ പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുത്തു. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചൂടാക്കുമ്പോൾ കപ്പയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചൂടാക്കി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർക്കില്ല. പിന്നെ നമ്മൾ ഈ മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കാരണം ഈ കപ്പക്കൂട്ടിനകത്ത് ആവശ്യത്തിനുള്ള നെയ്യ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൻമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പക്കൂട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പൊടിച്ച കുറച്ച് ഗരം മസാല കൂടി ചേർക്കണം. വീട്ടിൽ പൊടിച്ച ഗരം മസാലയ്ക്ക് അപാര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നും അതിനകത്ത് ചേർക്കേണ്ടി വരില്ല. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് കൊടുക്കണം. പിന്നെ ആവശ്യമായി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് മസാല കുറവാണെന്ന് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തു. അപ്പം നമുക്കിത് കപ്പക്കൂട്ട് ചേർത്ത് കൊടുക്കാം. കപ്പക്കൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇവിടെ കുറച്ച് വെള്ളമയത്തോട് കൂടിയുള്ള കപ്പ ആണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന കപ്പ ഇറച്ചി ഇവിടെ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളമയത്തോട് കൂടിയാണ് നമ്മൾ കപ്പ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പയും എല്ലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നെയ്മയം ഉള്ളത് കൊണ്ട് നമ്മൾ പ്ലേറ്റിൽ പിന്നെ മുകളിൽ ഒരു വാഴയില വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ പാത്രം കഴുകാൻ നമുക്ക് എളുപ്പമുണ്ടല്ലോ. ആ ഇലയും കളഞ്ഞിട്ട് പാത്രം കഴുകി വെക്കാമല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കട്ടൻ ചായയാണ് കേട്ടോ കൂടുതലും കോമ്പിനേഷൻ. ഈ കട്ടൻ ചായ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഉണ്ടാവില്ല. കാരണം മിക്കവരും പറയും കപ്പ ഇറച്ചി തിന്ന് കഴിയുമ്പോൾ ഗ്യാസാണ്, അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് തിന്ന് കഴിയുമ്പോൾ ഗ്യാസാണ്. അത് ഉണ്ടാവുന്നത് നമ്മൾ അതിൻ്റെ കൂടെ കട്ടൻ ചായ, ഒരു ചുക്കിട്ട കട്ടൻ ചായ ആണെങ്കിൽ
ഒന്നും കൂടെ ബെറ്ററാണ്, നമുക്ക് ഗ്യാസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കട്ടൻ ചായയുടെ കൂടെയാണ് കഴിക്കണത്. ആ കട്ടൻ ചായയുടെ കൂടെ കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് പാൽ ചായ അല്ല വൈകുന്നേരം വന്നപ്പം, അപ്പോൾ ഇന്ന് കട്ടൻ ചായയും കപ്പയിറച്ചിയാണ്. അപ്പോൾ ഇതൊന്നൊക്കെ ഒന്ന് കഴിച്ച് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ നാളെ ഞാൻ സ്കൂളിൽ പോകണ്ടല്ലോ. നാളെ പിന്നെ ഫുൾ ഷോപ്പിംഗ് ആണ്, കുറച്ചധികം ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. എറണാകുളത്തിന് പോകണം, പിന്നെ കുറേ ഷോപ്പിംഗ് ഉണ്ട്. നാളത്തെ വിശേഷം നാളെ പറയാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ ദിവസം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കുറച്ച് കപ്പ ഞാൻ കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നാളത്തെ വിശേഷമായി വീണ്ടും വരാം. ബൈ ഫ്രം സിസിസയ ആൻഡ് ഫാമിലി.